ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പേർഷ്യൻ പൂച്ചകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ പേർഷ്യൻ പൂച്ചയെ വളർത്തിയിട്ടില്ല. ഇനി വളർത്താൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഫ്രണ്ട്സ്, പേർഷ്യൻ പൂച്ച നിങ്ങൾ പെറ്റ് ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ വീടുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ആദ്യം അതിൻ്റെ ഫുൾ ബോഡിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിൻ്റെ ബോഡി ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടോണ്ട്. അതുപോലെ തന്നെ അവരോട് ചോദിക്കണം അതിന് നിങ്ങൾ ഡീവാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആദ്യം വെറ്റിനറി ഡോക്ടറെ കാണിക്കണം. അവർ പറയുന്നതനുസരിച്ച് ഡീവാമിൻ്റെ മെഡിസിൻ ആണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള സ്പ്രേ ഒക്കെ ആണെങ്കിലും പുരട്ടണം. ഡീവാമിൻ്റെ സിറപ്പ് കൊടുക്കുന്നതാണ് നല്ലത് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അതിന് ശേഷമുള്ള പൂച്ചകൾക്ക് ടാബ്ലറ്റ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായി വാക്സിനേഷൻ എടുത്തിരിക്കണം പേർഷ്യൻ പൂച്ചകൾ. കാരണം പേർഷ്യൻ പൂച്ചകൾ നാടൻ പൂച്ചകളെ പോലെയല്ല, അവർ സെൻസിറ്റീവാണ്. അപ്പോൾ അവർക്ക് ഡിസ്റ്റംബർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ, റെസ്പിറേറ്ററി അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പ്രോപ്പറായി എല്ലാ വർഷവും ഇയർലി വാക്സിൻ എടുക്കണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ക്യാറ്റ് ഫുഡ് മാത്രം കൊടുക്കണമെന്നില്ല. ക്യാറ്റ് ഫുഡിനൊപ്പം സാധാരണ പൂച്ചകൾ കഴിക്കുന്ന പോലെ തന്നെ മീനും ഇറച്ചിയൊക്കെ കൊടുക്കാം. മത്തി നത്തോലിയൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെള്ളത്തിൽ കൊടുക്കാം. ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് ബോയിൽ ചെയ്ത്, അതുപോലെ ബീഫ്, പിന്നെ ക്യാരറ്റ്, മത്തങ്ങ, അതുപോലെ ചിക്കൻ ലിവർ, ഇതെല്ലാം വേവിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പ്രത്യേക വിറ്റാമിൻ്റെ ടാബ്ലറ്റ്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ പേർഷ്യൻ പൂച്ച ദിവസവും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ദിവസവും കുളിപ്പിച്ച് അതിൻ്റെ ബോഡിയിലൊരു ഓയിലുണ്ട്. ആ ഓയിൽ പോകുമ്പോൾ അതിൻ്റെ ഹെയറൊക്കെ ഡ്രൈ ആകും. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ഹിമാലയ പോലെയൊക്കെ, അതുപോലെ ഷാമ്പു ഉണ്ടല്ലോ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് ഷാമ്പു ഇട്ട് പെറ്റ് ഷോപ്പിൽ കിട്ടും. ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ചിട്ട് കുളിപ്പിച്ചാൽ മതി. ബ്രഷ് അല്ല, ഗ്ലൗസ്, നമ്മുടെ കയ്യിൽ ആ ഗ്ലൗസ് ഇട്ടിട്ട് കുളിപ്പിച്ചാൽ മതി. പക്ഷേ ദിവസവും മുടിയെല്ലാം കോംബ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മുടിയൊക്കെ ജട കെട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതിന് കൂടുതൽ ഇൻഡോറായി വളർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ടൊക്കെ പോയി സെയിൽ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പേർഷ്യൻ പൂച്ചകളെ വളർത്തുകയാണെങ്കിൽ വീട്ടിൽ തന്നെ വളർത്തുക. പിന്നെ ഒരു മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാകുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് അങ്ങനെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ പ്രോപ്പറായി എല്ലാ ദിവസവും ബ്രഷ് ചെയ്യണം. പിന്നെ പ്രോപ്പറായി വാക്സിൻ എടുക്കണം. ക്യാറ്റ് ഫുഡ് കൊടുക്കണം. അതിനൊപ്പം തന്നെ സാധാരണ ഇറച്ചി മീനും ഒക്കെ കൊടുക്കണം. പിന്നെ വെറ്റിനറി ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ നല്ല സ്നേഹവും അതിന് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പേർഷ്യൻ പൂച്ചകളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ വീട്ടിൽ പേർഷ്യൻ പൂച്ചകളില്ല, പക്ഷേ ക്രോസ് ആയിട്ടുള്ള കുറേ ക്യാറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.